എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 22 വാക്യങ്ങൾ. മത്തായി 15-ന്റെ 21, 22 വാക്യങ്ങൾ. യേശു അവിടം വിട്ടു സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന കനാന്യ സ്ത്രീയുടെ ദൃഷ്ടാന്തത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന രീതി കാണാൻ സാധിക്കുന്നു. സദൂക്യരുടെയും പരീശന്മാരുടെയും സ്വയനീതി വിട്ട് യേശു സോരിൻ്റെയും സീദോന്റെയും അരികിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ അതിർത്തിയിലേക്ക് പോകുന്നു എന്നാണ് രേഖപ്പെടുത്തിയത്. ദൈവിക ന്യായവിധിക്ക് വിഷയമായിരിക്കുന്ന പരസ്യ പാപികളെ ഇവിടെ കാണാം. അതിൽ ഒരു സ്ത്രീ യേശുവിനെ സമീപിക്കുന്നു. മത്തായി 11-ന്റെ 22 സോരിനെയും സീദോനെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശദീകരണം മറ്റൊരു തരത്തിലാണ്. യഹൂദന്മാർ സോർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പോകാതെയും അവിടെയുള്ള ആളുകൾ നിത്യ ന്യായവിധിയിൽ നരകത്തീക്ക് വേണ്ടി വിധിക്കപ്പെട്ടവരാണ് എന്നൊക്കെ അവരുടെ ഒരു മതബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കരുതി പോന്നിരുന്നു. സോരിൻ്റെയും സീദോന്റെയും പ്രദേശത്ത് നിന്ന് കനാന്യ സ്ത്രീ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നു. അവരുടെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരുന്നു. അവളുടെ അവസ്ഥ അസ്ഥാനത്താണെന്ന് തോന്നുമെങ്കിലും സഹായം അറ്റതായിരുന്നില്ല. ദൈവിക ന്യായവിധിയുടെ ദേശത്ത് അവൾ പാർക്കുന്നു. അവളുടെ മകൾക്ക് ഭൂതോപദ്രവം ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ഇരട്ടി ശാപത്തിന് വിധേയമായിരിക്കുന്ന ഒരു സ്ത്രീ എന്ന തരത്തിലാണ് യഹൂദ ചിന്താഗതി അവളെ കാണുന്നത്. എന്നാൽ പുറജാതിക്കാരത്തിയായ ഈ കനാന്യ സ്ത്രീയുടെ കഷ്ടത അവളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു. ദൈവമക്കൾക്ക് ലഭിക്കുന്ന കഷ്ടതകളും രോഗങ്ങളും അവരെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുകയും കൂടുതൽ അനുഗ്രഹത്തിന് പാത്രമാക്കി തീർക്കുകയും ചെയ്യും. പുറജാതിക്കാരത്തിയെ യഹൂദന്റെ അനുഗ്രഹത്തിന് കൂട്ടവകാശിയാക്കി ദൈവം മാറ്റുന്നു. മക്കളോട് കാണിക്കുന്ന കരുണ അത് പൂർവികരോടുള്ള, അല്ലെങ്കിൽ പിതാക്കന്മാരോടുള്ള കരുണയാണ്. എന്നാൽ നമ്മോടുള്ള ഔദാര്യം നമ്മോട് മാത്രമുള്ളതാണ്. അതിന് നമ്മൾ കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് പൂർവീകരുടെ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെയൊക്കെ അനുഗ്രഹമാണ് മക്കൾക്ക് ലഭിക്കുന്നത്. അതുപോലെ മാതാപിതാക്കളുടെ ശാപമാണ് അടുത്ത തലമുറയ്ക്ക് ലഭിക്കുന്നത് എന്നൊക്കെ കരുതി വന്ന ഒരു സമൂഹത്തിൽ യഹൂദന്മാരുടെ മുൻപിൽ ഇങ്ങനെ ഒരു കനാന്യ സ്ത്രീയുടെ വരവ് ഒരു പക്ഷെങ്കിൽ അവരെ അലോസരപ്പെടുത്താം. എന്നാൽ ദൈവസന്നിധിയിലേക്ക് എല്ലാവർക്കും അടുത്തു വരാം എന്ന് ഈ ദൃഷ്ടാന്തത്തിലൂടെ കർത്താവ് നമ്മളെ കാണിക്കുന്നു. യേശു അവളെ പരീക്ഷിച്ചു. ദൈവം അബ്രഹാമിനെ പരിശോധിച്ചതുപോലെ, ദൂതൻ യാക്കോബിനോട് മൽപ്പിടുത്തം നടത്തിയതുപോലെയൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആ പരീക്ഷയുടെ അതിരുകളൊക്കെ ഭേദിച്ച്
അവളുടെ ആവശ്യത്തിന് വേണ്ടി അവൾ യാചിക്കുന്ന കാഴ്ച, നമ്മുടെയൊക്കെ ആരാധനയും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ എത്രമാത്രം ഹൃദയാന്തർഭാഗത്ത് നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നുവോ, അതിനേക്കാൾ ഉപരിയായി സ്വന്തം മകളുടെ കഷ്ടതയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒന്നും നോക്കാതെ ലജ്ജ കൂടാതെ നിലവിളിക്കുന്ന ഒരു സ്ത്രീയുടെ മുഖം, അത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒട്ടും ശങ്ക കൂടാതെ ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. ഈ സ്ത്രീയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കരുത്ത്, നമുക്കിന്ന് ദൈവത്തെ ആരാധിക്കാൻ ധാരാളം സമയം ലഭിക്കുന്നു, സാവകാശമുണ്ട്, സാധ്യതകളുണ്ട്. എങ്കിലും പഴയതുപോലെ ഒരു ആത്മാർത്ഥതയും ആർജവവും കാണിക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു സത്യമാണ്. എന്നാൽ കഷ്ടതകളുടെ മധ്യത്തിൽ ദൈവത്തോട് നിലവിളിക്കാൻ നമുക്ക് ധൈര്യം ലഭിക്കുന്നു. കഷ്ടതകൾ വരുമ്പോൾ മാത്രമല്ല, എപ്പോഴും ദൈവത്തെ സ്തുതിക്കാനും നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ മാനിക്കും, നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം. പുതിയ ഒരു സാധ്യതയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. കൈവിടാതെ ഞങ്ങളെ കാക്കണമേ. ഞങ്ങളുടെ ദോഷങ്ങളും കുറവുകളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയോട് നിലവിളിക്കാനും പ്രാർത്ഥിപ്പാനും തടസ്സങ്ങൾ കൂടാതെ ദൈവസന്നിധിയിൽ നിൽപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.